ഹായ് കൂട്ടുകാരെ, ഈ ഒരു ചെടീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് സുന്ദരിയാന്ന് നോക്കിക്കേ, നല്ല അടിപൊളി. ഇതിൻ്റെ പൂവല്ല കേട്ടോ, ഇതിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല അടിപൊളി. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഡിസംബർ ലേഡി എന്നാട്ടോ പറയുന്നത്. നല്ല വെയിലത്താണ്. അപ്പം ഞങ്ങളിന്ന് ഞായറാഴ്ചയൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ചേച്ചിൻ്റെ വീട്ടിൽ ചെടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അവിടെ നിന്നിട്ടാണ് ഈ സംഭവം കാണുന്നത്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ, നല്ല വെയിലാട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നല്ല കാറ്റടിക്കുന്നുണ്ട്. അത് ഇളകുമ്പോൾ എന്ത് രസം. നല്ല ക്ലിയർ ഉണ്ടാവുകയല്ലോ കേട്ടോ, നല്ല വെയിലായതുകൊണ്ട്. ഇതിൻ്റെ ഇലയാട്ടോ, ഈ ഇല തന്നെയാണ് ഈ പൂ പോലെ നിൽക്കുന്നത്. അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നോക്കി, ഇതുണ്ടോ, നല്ല സുന്ദരിയല്ലേ നോക്കി. അപ്പോൾ ഇതിൻ്റെ ഇല അല്ല കമ്പാട്ടോ നമ്മൾ നടുന്നത്. പക്ഷേ ഇവിടെ തരാനായിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ. നല്ല ഭംഗിയല്ലേ നോക്കിയാൽ കാണാൻ. ഇത് ഫുള്ള് ഒരൊറ്റ എണ്ണ. പക്ഷെ ഇതൊരെണ്ണം എനിക്കുണ്ടായിരുന്നു കേട്ടോ പണ്ട്. എന്നിട്ട് അതെങ്ങനെയോ പോയി. ഇതെന്താണെന്നോ ചെടിയാണെന്നൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നു. ഞാൻ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റേത് എന്താണെന്നുള്ളത് അറിയത്തും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ. എനിക്ക് എങ്ങനെയായാലും ഇതിനെ ഭയങ്കര ഇഷ്ടമായി നോക്കി. ഇതിനകത്തൊരു പച്ച ഇല വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ സമയത്ത് ഈ ഡിസംബർ മാസത്തിലാണ് ഇതിങ്ങനെ വൈറ്റ് വരുന്നത് കേട്ടോ. അത് ഇലയാന്ന് ഈ ചേച്ചി പറഞ്ഞത്. ഈ പൂവല്ല, ഇലയാന്നാ പറഞ്ഞത് ഇതിങ്ങനെ വരുന്നത്. പക്ഷെ അല്ലാത്ത സമയങ്ങളിലുണ്ടല്ലോ ഇത് പച്ചയായിട്ട് തന്നെ നിൽക്കും. ഫുള്ള് പച്ചയായിരിക്കും കേട്ടോ. ഈ സമയത്ത് മാത്രമാണ് ഇത് ഈ ഒരു കളറായിട്ട് വരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ ഡിസംബർ ലേഡി എന്നാണ് പറയുന്നതെന്നാണ് ഇവിടെയുള്ള ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ യൂട്യൂബിൽ നമ്പർ കണ്ടിട്ട് ആ ചേച്ചി വിളിച്ചായിരുന്നു നമ്മളെ. അപ്പോൾ ചെടി എടുക്കാൻ വേണ്ടിയിട്ടേ. അതൊരു വീട്ടിലാട്ടോ. അപ്പം വീടുകളിലുള്ള ചെടികളാണല്ലോ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ എന്ത് സുന്ദരിയാന്ന് നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ തൈകൾ ചാരും ചോദിക്കണ്ട കേട്ടോ. തൈകൾ തരാനില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഇതിനെ കമ്പാണ്. കമ്പ് ഇപ്പം നടാനായിട്ടില്ല. പൂവായതുകൊണ്ട് കമ്പ് നടാനായിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല സുന്ദരികളല്ലേ നോക്കിയേ. കമ്പാകുമ്പോൾ ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നിങ്ങൾക്കും തരാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ എന്ത് സുന്ദരിയാന്ന്. അപ്പോൾ ഇന്ന് സെയിൽ വീഡിയോ ഉണ്ടായിരിക്കില്ല കേട്ടോ കൂട്ടുകാരെ. ഇന്ന് ഞാൻ പുറത്തായതുകൊണ്ട് സെയിൽ വീഡിയോ ഒന്നും ഇടുന്നുണ്ടാവുകയല്ല കേട്ടോ. നല്ല സുന്ദരിക്കുട്ടിയല്ലേ. എനിക്കിതിനെ കണ്ടിട്ട് പോരാനേ തോന്നില്ല ഇതിൻ്റെ അടുത്തുനിന്ന് കേട്ടോ. പക്ഷെ നല്ല വെയിലുമാണ്. അയ്യ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ്സ് ചെയ്യാനും അതേപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ബൈ.